അപ്പോൾ നമുക്ക് ഷെഫ് പിള്ളയുടെ നിർവ്വാണം ഉണ്ടാക്കിയാലോ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കരിമീൻ നിർവ്വാണമാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഫ്രൈ ചെയ്യണ പോലെ തന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് ഇതാവുന്ന നല്ലോണം ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് വലിയ വലിയ ഐറ്റംസ് ഒന്നും വേണ്ട. ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ ചെറിയൊരു മാങ്ങ കഷ്ണം വേണം. ഇതെല്ലാം കൂടി ഞാനൊന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിന് കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. അപ്പോൾ അതിന് ഞാൻ ആദ്യം തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ പാല് പിഴിഞ്ഞ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുഴിയാനൊരു പാത്രമാണ് വേണ്ടത്. അതിലേക്ക് ഞാൻ വാട്ടിയ വാഴയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച് കരിമീൻ അതിനകത്ത് വെച്ചു. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് അതിനകത്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് നല്ല തിള വരുമ്പോൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് നിർവ്വാണ അല്ലെങ്കിൽ കരിമീൻ നിർവ്വാണ റെഡി.